നമസ്കാരം. സംസ്ഥാനത്തെ 14 ജില്ലകൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വിവിധ മുന്നണികളിൽ നിന്നായും വിമതരുമായുള്ള നിരവധി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ജനവിധി തേടുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ പ്രചാരണങ്ങൾക്ക് ഒരു മറുപടി ഇന്ന് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ നൽകും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പകുതി ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ മറുപകുതി ഇന്ന് ജനവിധി തേടുന്ന തിരക്കിലാണ്. അവർക്കായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതടക്കമുള്ള വിശദമായ നിരവധി വാർത്തകൾ സമഗ്രമായി തയ്യാറായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസിൻ്റെ വാർത്താദിനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ ജനവിധി രേഖപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ മത്സര രംഗത്ത് 36,630 സ്ഥാനാർത്ഥികൾ. വടക്കൻ ജില്ലകളിൽ ഇന്ന് കലാശക്കൊട്ട. തെരഞ്ഞെടുപ്പ് 11-ന്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ച. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് പ്രതിപക്ഷത്തിന് നിരന്തര പ്രതിഷേധത്തിനൊടുവിൽ. സഭയിലെ 10 മണിക്കൂർ ചർച്ചയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല. പ്രതിപക്ഷത്തു നിന്ന് രാഹുൽ ഗാന്ധി ചർച്ച നയിക്കും. SIR-മായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. SIR നടപടികൾക്കുള്ള സമയപരിധി വീണ്ടും നീട്ടുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമറിയിക്കും. IFFK-യുടെ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസ്. പരാതി നൽകിയ ചലച്ചിത്ര പ്രവർത്തകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പരാതിയിൽ പറയുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. PT കുഞ്ഞുമുഹമ്മദിന്റെയും മൊഴി രേഖപ്പെടുത്തും. കരൂർ ദുരന്തത്തിന് ശേഷം നടനും TVK അധ്യക്ഷനുമായ വിജയുടെ ആദ്യ പൊതുയോഗം ഇന്ന്. പുതുച്ചേരിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതി 5000 പേർക്ക് മാത്രം. യോഗത്തിലേക്കുള്ള പ്രവേശനം QR കോഡ് ഉപയോഗിച്ചുള്ള പാസ് വഴി. റോഡ് ഷോയ്ക്ക് അനുമതിയില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഒഡീഷയിലെ കട്ടക്കിൽ രാത്രി 7 മണിക്ക്. പരിക്ക് മാറി ടീമിലെത്തിയ ശുഭ്മാൻ ഗിൽ ഓപ്പണറായേക്കും. പരമ്പരയിലുള്ളത് 5 മത്സരങ്ങൾ.